Left. Yeah. ചിക്കൻ വാലി. ചിക്കൻ വാലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ചിക്കൻ വാലിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ വാലി ഏരിയ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നോക്കുക. ഇതാണ് ചിക്കൻ വാലി. നമ്മുടെ നാട്ടിലെ അതേ വിഷ്വൽ. നമ്മൾ വിചാരിക്കും നാട്ടിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വാഗമൺ, വയനാടൊക്കെ ഇതുപോലെ നാട്ട് വില്ലേജ് കാഴ്ചകൾ തന്നെ. അതല്ല, ഇവിടെ നമ്മൾ ന്യൂയോർക്കിലും ഉണ്ട്. ഇത് ചിക്കൻ വാലി എന്ന വാലി ഏരിയയാണ്. വിൻ്റർ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി. കാരണം എല്ലാ മരങ്ങളും മഞ്ഞിച്ച് നിൽക്കുന്ന സമയത്ത് ഈ റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വൈബായിരിക്കും. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് രണ്ട് സൈഡും നല്ല പച്ചപ്പ് നിറഞ്ഞ സൈഡ്. ഇവിടെ ഒരു കാറിന് അങ്ങോട്ടും ഒരു കാറിന് ഇങ്ങോട്ടും വരാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ വൈബാണ്. വീടുകളൊക്കെ ഇത്ര കുറേ ഏക്കറിനുള്ളിലാണ് ഒരു വീട് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസൊക്കെ നമ്മുടെ സൈഡിലുണ്ട്, അവരുടെ മെയിൽ ബോക്സൊക്കെ സൈഡിലുണ്ട് കേട്ടോ. നല്ല ഏരിയയിൽ കാണാൻ പറ്റും. എല്ലാം നല്ല റബ്ബർ തോട്ടം പോലെ നിൽക്കുന്നുണ്ടോ. ഓക്കെ, പക്ഷെ റബ്ബറല്ല. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാനുണ്ട് കേട്ടോ. പതിയെ 35 മൈൽ സ്പീഡിലൊക്കെ ഇവിടുന്ന് പോകാവൂ. മാനുകൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും നമുക്ക് പതിവിടത്തേക്ക് സ്വാഗതം. ഇനിയും നമുക്ക് ട്രാവൽ വീഡിയോസാണ് കുറേ ദിവസത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേക വൈബ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഇരിക്കുന്നത്. ഗൈസ്, നിങ്ങളുടെ കമൻറ്റുകൾ പ്രത്യേകം ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പം നമുക്ക് വിഷ്വൽ കാണാം. ചെയ്യതെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഗൈസ്, അടിപൊളി വിഷ്വലാണെങ്കിൽ നമുക്ക് കാണാം. കേരളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരൊരു ഫീലിംഗ് അല്ലേ? ഒന്നും ഒറ്റപ്പെട്ടൊക്കെ അതുവഴിയൊക്കെ ഓരോ കാറ് വരാറുള്ളൂ. ചിക്കൻ വാലി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗൈസ്. ഇവിടുത്തെ വഴികൾ സൂപ്പർ. നല്ല ഫുള്ള് ഹൈറ്റാണ് കേട്ടോ, ഭയങ്കര ഹൈറ്റാണ്. നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ ഏരിയയിൽ. രണ്ട് സൈഡിലും നല്ല പൈൻ മരങ്ങളുണ്ട് കേട്ടോ. പൈൻ മരങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുകൾ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. 1 ഏക്കർ 2 ഏക്കറിനകത്തുള്ളിലൊക്കെ ആയിരിക്കും ഓരോ വീടുകൾ ഉള്ളത്. മാനുകളുടെ സാന്നിധ്യം ഉള്ള പ്ലേസാണ്. അതുകൊണ്ട് ഇത്ര ലിമിറ്റിലേ പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടികളൊക്കെ. ചില സൈഡിലൊക്കെ ഒരു നിലയിലുള്ള വീടുകളായിരിക്കും, ചില സൈഡിലൊക്കെ നല്ല 2 നില വീടുകളൊക്കെ. എന്തായാലും ഇവിടെ ഒരു 30 മൈൽ സ്പീഡിലൊക്കെ നമുക്ക് പോകാനുള്ള ഒരു പെർമിഷനുള്ളൂ.
സ്കൂള് വിട്ട സമയമാണ്. സ്കൂൾ ബസ്സുകൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നുണ്ട്. ഇവിടുത്തെ സ്കൂൾ ബസ്സുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. സെയിം കളർ, ഒരേ കളറാണ് എല്ലാ സ്കൂളിൻ്റെയും ബസ്സിന്, സെയിം കളേഴ്സ്. വീടുകളൊക്കെ ഉള്ള ഹൈറ്റിലിരിക്കണേ. ബ്യൂട്ടിഫുൾ ഹൗസസ്. വീടുകളൊക്കെ അടിപൊളിയാണ്, സൂപ്പർ വീടാണ്. സ്കൂളാണോ? ഇത്രയൊക്കെ ദൂരമുള്ളോ ഇന്ന സ്ഥലത്തേക്കൊക്കെ? സ്ട്രീറ്റിലെ മരങ്ങൾ വെട്ടുന്ന ട്രക്കാണ്. നമുക്ക് സൈഡിൽ കൂടെ പൊക്കോളൂ. ഒരു സൈഡിൽ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡിൽ നിന്ന് എല്ലാം വലിയ വീടുകളാട്ടോ. വീടുകളൊക്കെ നല്ല സൂപ്പർ വീടുകളാണ്. പക്ഷേ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞേ ഉള്ളൂ, വീടെന്നേ ഉള്ളൂ. അത് കൊള്ളാം ഫെൻസ്. ഇത്രയും മരങ്ങൾക്കിടയിൽ കൂടിയുള്ള യാത്രകൾ, കാട്ടിൽ കൂടി യാത്ര എന്ന് പറയത്തില്ലേ. ഇവിടെ ലൈറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ട. റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടി നിരത്തി ക്ലീൻ ചെയ്യുന്നവരാണ്. വില്ലേജിൽ നിന്ന് അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. അപ്പം നമ്മൾ മെയിൻ ഏരിയയിലെത്തി. അപ്പോൾ ഇനി അവിടെ നമ്മൾ നിറയെ കാറുകളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് നമുക്ക് 2 വരി പാതയാണ്. അപ്പോൾ അങ്ങോട്ട് 2 വരി, ഇങ്ങോട്ട് 2 വരിയുണ്ട്. ഉള്ളിൽ നിന്ന് വന്ന് നമുക്ക് ഒറ്റ വരിയുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് ധാരാളം കാറുകളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പം സിറ്റിയോടൊക്കെ അടുത്തടുത്ത് വരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്. നിങ്ങൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സപ്പോർട്ട് ചെയ്ത്, കമൻ്റ് ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. സൈനിങ് ഓഫ്.